ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സിംഗിൾ എൻട്രി സിസ്റ്റം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ്സുകളുടെ എല്ലാം തന്നെ നോട്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ പാർട്ടിൽ പോയാൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മുമ്പേ കഴിഞ്ഞുള്ള ക്ലാസ്സുകളുടെ എല്ലാ ലിങ്കും ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പാർട്ട് 5 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 5-ൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് പറഞ്ഞിരുന്നു. അതിൽ രണ്ട് മെത്തേഡ് നമ്മൾ പഠിച്ചു. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ്. ഒരു സിംഗിൾ എൻട്രി സിസ്റ്റത്തിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ലാഭനഷ്ടം, അതുപോലെ അവരുടെ സാമ്പത്തിക സ്ഥിതി, ഇതെല്ലാം തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് നമ്മൾ പഠിച്ചിരുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. അതിപ്പോൾ കഴിഞ്ഞ പാർട്ടോട് കൂടെ അവസാനിച്ചു. ഇനി നമ്മൾ രണ്ടാമത്തെ മെത്തേഡിലേക്കാണ് പോകുന്നത്. കൺവേർഷൻ മെത്തേഡാണ്. ഈ മെത്തേഡിന് ഇതിൻ്റെ പ്രധാനമായിട്ടും അതിൻ്റെ ഒരു മീനിങ് അതെന്താണെന്നുള്ളതും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ എങ്ങനെയാണ് ഈ പ്രൊസീജിയർ ഓഫ് കൺവേർട്ട് ചെയ്യുന്ന സിംഗിൾ എൻട്രിയിൽ നിന്നും ഡബിൾ എൻട്രിയിലേക്ക് മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെയാണ് നമ്മളിവിടെ കൺവേർഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളതുമാണ് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ രണ്ടാമത്തെ ക്ലാസ്സിൽ ഈ ഒരു ഡയഗ്രം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. അതിലൊന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡും അത് പറഞ്ഞ ഈ കൺവേർഷൻ മെത്തേഡും ഉണ്ട്. ഈ കൺവേർഷൻ മെത്തേഡാണ് നമ്മൾ ഇന്ന് ഇതിലെ ബി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എ പാർട്ട് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇനി ബിയിലേക്ക് പോയി കഴിഞ്ഞാൽ കൺവേർഷൻ മെത്തേഡിന് ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡ് എന്നും പറയാറുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നോക്കാം. കൺവേർഷൻ മെത്തേഡ്. സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് ഇൻകംപ്ലീറ്റ്, ഇനാക്യുറേറ്റ് ആൻഡ് അൺസയൻറ്റിഫിക്. ഇത് നമ്മൾ മനസ്സിലാക്കിയതാണ് നേരത്തെ. സിംഗിൾ എൻട്രി സിസ്റ്റം അപൂർണമാണ്, അതിന് കൃത്യതയില്ലാത്തതാണ്, ശാസ്ത്രമില്ലാത്തതാണ്, അതുപോലെ തന്നെ അത് സിസ്റ്റമാറ്റിക് അല്ലാത്തതുമാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഇറ്റ് ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ഡബിൾ എൻട്രി സിസ്റ്റം ടു മേക്ക് ഇറ്റ് കംപ്ലീറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സിനെ എല്ലാം തന്നെ നമുക്ക് ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് മാറ്റിക്കൊണ്ട് അതിനെ പരിപൂർണമാക്കാനും കൃത്യതയുള്ളതാക്കാനും അതിനെ സയൻറ്റിഫിക് ആക്കാനും സിസ്റ്റമാറ്റിക് ആക്കാനും കഴിയും. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സിംഗിൾ എൻട്രിയിലുള്ള ഈ റെക്കോർഡ്സിനെ എല്ലാം തന്നെ ഡബിൾ എൻട്രിയിലേക്ക് മാറ്റണം. ഇനി പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് ടു ബി അസർട്ടൻഡ് ബൈ പ്രിപ്പയറിംഗ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. നമ്മൾ ഡബിൾ എൻട്രിയിലേക്ക് മാറിയ സാധാരണ ഇതിൽ നമുക്കറിയാലോ, ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റോ ലോസോ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് തന്നെയാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? സിംഗിൾ എൻട്രിയെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ലാഭനഷ്ടങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഡബിൾ എൻട്രി, ഈ കൺവേർഷൻ സിസ്റ്റം പറഞ്ഞല്ലോ, കൺവേർഷൻ മെത്തേഡ്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ടു ഓവർകം ദ ഡിഫക്ട്സ് ഓഫ് ദ സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഡിഫക്ട്സുകളെല്ലാം തന്നെ, അതിൻ്റെ പോരായ്മകൾ ഓവർകം ചെയ്യുക, അത് തരണം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ട്, ടു ഹാവ് കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ്. എല്ലാ ഇടപാടുകളുടെയും റെക്കോർഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. സിംഗിൾ എൻട്രിയിൽ അതില്ല, ഡബിൾ എൻട്രി ആകുമ്പോൾ എല്ലാ റെക്കോർഡ്സും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. മൂന്ന്, ടു അസർട്ടൈൻ കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. സ്ഥാപനത്തിൻ്റെ ശരിയായ രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റ് ഓർ ലോസും അസർട്ടൈൻ ചെയ്യുക. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഏറെക്കുറെ ഒരു എസ്റ്റിമേറ്റാണ് നമ്മൾ ചെയ്യുന്നത്. നാല്, ടു അസർട്ടൈൻ ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷൻ. അവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രിപ്പയർ ചെയ്തിരുന്നു, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. എന്താണ് ചെയ്യുന്നത്? ആ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനാണ്, അസറ്റിൻ്റെ ലാബിലിറ്റി പൊസിഷൻ എന്ത് എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷേ അതും കറക്റ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ്. എന്നാൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് വഴി ആ സ്ഥാപനത്തിൻ്റെ ശരിയായ ഫിനാൻഷ്യൽ പൊസിഷനാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രൂ ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുക എന്നുള്ളതും ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അഞ്ചാമതായിട്ട് മനസ്സിലാക്കാനുള്ളത് ടു പ്രൊവൈഡ് ഐഡിയൽ ആൻഡ് റിലയബിൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. വളരെ റിലയബിൾ ആയിട്ടുള്ളതും വളരെ ഐഡിയൽ ആയിട്ടുള്ളതുമായിട്ടുള്ള അക്കൗണ്ടിങ് വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ്. ആറാമത്തത് ടു മെയിൻറ്റെയിൻ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുക, അതിൽ തെറ്റുകളില്ലാതെ, എറേഴ്സ് ഒന്നും വരാതെ അതിൽ കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. 7 ടു അവോയ്ഡ് ചാൻസസ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. എററുകളും ഫ്രോഡുകളും, അതായത് തെറ്റുകളും അതുപോലെ തന്നെ
ചതി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫ്രോഡ്സ്, അതെല്ലാം തന്നെ സംഭവിക്കുന്നതിൽ നിന്നും ഒഴിവായി നിൽക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എററും ഫ്രോഡ്സും ഒഴിവാക്കുക എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകളെ ഒഴിവാക്കുക എന്നതും ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന്റെ ലക്ഷ്യമാണ്. ഇതെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത് കൺവേർഷൻ മെത്തേഡിന്റെ ലക്ഷ്യങ്ങളാണ്, അല്ലെങ്കിൽ സിംഗിൾ എൻട്രിയിൽ നിന്ന് നമ്മൾ ഡബിൾ എൻട്രിയിലേക്ക് മാറുന്നതിന്റെ ലക്ഷ്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിന്റെ ഒരു പ്രൊസീജിയർ വരുന്നുണ്ട്. കാൽക്കുലേഷൻ ഓഫ് മിസ്സിംഗ് ഫിഗേഴ്സ്. ഇതിൽ മിസ്സിംഗ് ഫിഗേഴ്സ് ഉണ്ട്, അതിന്റെ കാൽക്കുലേഷൻ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അടുത്തായിട്ട് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത് ഇതിന്റെ ഒരു പ്രൊസീജിയറാണ്, പ്രൊസീജിയർ ഓഫ് കൺവേർഷൻ. കൺവേർഷന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ എൻട്രിയിൽ നിന്നും ഡബിൾ എൻട്രിയിലേക്ക് മാറ്റിയാണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ മൊത്തത്തിൽ നമുക്ക് മാറ്റണം. അപ്പോൾ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്, ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല, കാരണം സിംഗിൾ എൻട്രിയിലാണ് ഇവർ ഓൾറെഡി എല്ലാ അക്കൗണ്ട്സും കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഡബിൾ എൻട്രിയിലേക്ക് മാറ്റുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ചില ഗൈഡ് ലൈൻസ് ഉണ്ട്, അത് നമ്മൾ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അതിൽ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കാം, കാൽക്കുലേറ്റ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ് ചെയ്യുന്നത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തത് പ്രിപ്പയർ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യണം. ആൻഡ് മേക്ക് ഇറ്റ് കംപ്ലീറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. പറ്റാവുന്നിടത്തോളം നമ്മൾ ക്യാഷ് ബുക്ക് കംപ്ലീറ്റ് ആക്കി എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക എന്നതാണ് ഒരു ജോലി. പിന്നെ ഫൈൻഡ് മിസ്സിംഗ് ഫിഗേഴ്സ്. മിസ്സിംഗ് ഫിഗറുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ സെയിൽ ഡെപ്റ്റേഴ്സ്, അതുപോലെ സെയിൽസ്, പർച്ചേസ്, ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സബ്സിഡിയറി ബുക്സ് അവർ മെയിൻറ്റെയിൻ ചെയ്യാറില്ല പൊതുവെ എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ പർച്ചേസ് ബുക്സും സെയിൽസ് ബുക്സും ഒക്കെ അവർ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ പർച്ചേസും സെയിൽസും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതൊന്നും അവർ കീപ്പ് ചെയ്യാത്തത് കാരണം ഇത്തരം മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതെല്ലാം തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. നാലാമത്തത് കാൽക്കുലേറ്റ് ടോട്ടൽ സെയിൽസ്, അതുപോലെ ടോട്ടൽ പർച്ചേസസ്. ടോട്ടൽ സെയിൽസും ടോട്ടൽ പർച്ചേസും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 5 റെഫർ ക്യാഷ് ബുക്ക് ആൻഡ് ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു നോമിനൽ അക്കൗണ്ട്സ്. ക്യാഷ് ബുക്ക് റെഫർ ചെയ്തുകൊണ്ട് നോമിനൽ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഇൻകവും എക്സ്പെൻസസും ആണ്. ക്യാഷ് ബുക്കിലാണല്ലോ ഇൻകവും എക്സ്പെൻസും ഉണ്ടാവുക. ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളത് ക്യാഷ് ബുക്ക് വഴിയാണ് അത് എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ സാലറി കൊടുത്തു, അത് ക്യാഷ് ബുക്ക് വഴി എഴുതും, കാരണം ക്യാഷ് ആണല്ലോ സാലറി ആയിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ എൻട്രി ക്യാഷിൽ വരും, ക്യാഷ് ബുക്കിൽ വരും. അപ്പോൾ അതുകൊണ്ട് ക്യാഷ് ബുക്ക് നോക്കിയാൽ നമുക്ക് നോമിനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അത് ചെയ്യുക എന്നതാണ് 5ാമത്തെ ഒരു സ്റ്റെപ്പ്. 6 ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഡബിൾ എൻട്രി പ്രോസസ് പ്രിപ്പയർ എ ട്രയൽ ബാലൻസ്. ഈ ഡബിൾ എൻട്രി പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ട്രയൽ ബാലൻസ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു? നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട്സിന്റെ എല്ലാം ബാലൻസ് അത് ആക്യുറേറ്റ് ആണ്, അരിത്തമെറ്റിക്കൽ ആക്യുറസി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡബിൾ എൻട്രി പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. ഇനി 7ാമതായിട്ട് ചെയ്യാനുള്ളത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡിപ്രീസിയേഷൻ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് ഇൻകം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പറ്റാവുന്നിടത്തോളം നമ്മൾ കളക്ട് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം തന്നെ ചെയ്യുക എന്നതാണ്. ഓക്കെ. 8ാമത് പറയുന്നത് പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് യൂഷ്വൽ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് എത്തി. ഇനി നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ സാധാരണ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക എന്നതാണ്. സോ ദിസ് ഈസ് ദ പ്രൊസീജിയർ ഓഫ് കൺവേർട്ടിംഗ് സിംഗിൾ എൻട്രി ഇൻ ടു ഡബിൾ എൻട്രി. അപ്പോൾ അതിന്റെ പ്രൊസീജിയർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൽ കുറച്ച് പ്രോബ്ലംസിന്റെ പാർട്ടാണ്. നമുക്ക് മിസ്സിംഗ് ഫിഗേഴ്സ് എന്നുള്ള ഒരു കാര്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഇനി നമ്മൾ മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്ന ഒരു കാര്യം അസർട്ടൈൻമെന്റ് ഓഫ് സെയിൽസ് ആണ്. സെയിൽസ് അസർട്ടൈൻ ചെയ്യണം. എത്രത്തോളം സെയിൽ നടന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സെയിൽ നടന്നത് കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടുന്ന അക്കൗണ്ട് ആണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഡെപ്റ്ററും സെയിലും തമ്മിൽ എന്താണ് ബന്ധം? ഡെപ്റ്റർ ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരം അറിഞ്ഞിരിക്കണം. ഡെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളാണ്. നമ്മളെ എപ്പോഴാണ് നമുക്കൊരു ഡെപ്റ്റർ ഉണ്ടാവുന്നത്? നമ്മൾ കടത്തിന് വിറ്റാലാണ് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ കടത്തിന് വിറ്റാൽ ഉണ്ടാവുന്നവരാണ് ഡെപ്റ്റേഴ്സ്. അപ്പോൾ സെയിൽ നടക്കുമ്പോഴാണ് ഡെപ്റ്റേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിലുമായി ബന്ധപ്പെട്ട ഡാറ്റ കിട്ടും. ഓക്കെ. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്
നമ്മൾ ക്രെഡിറ്റേഴ്സ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ചെയ്യുക. അതിപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏതിൻ്റെ ഇൻഫർമേഷൻ കിട്ടേണ്ടായിരിക്കും? ക്രെഡിറ്റേഴ്സും ഏതുമായിട്ടാണ് ബന്ധം? പർച്ചേസുമായിട്ടാണ് ബന്ധം. അപ്പോൾ പർച്ചേസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഇതുപോലെ പ്രിപ്പയർ ചെയ്യാം. ആ ഒരു റിലേഷൻ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തെറ്റാതെ ചെയ്യാൻ പറ്റും. ഡെപ്റ്റേഴ്സ് സെയിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പർച്ചേസ് ക്രെഡിറ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു പെർഫോമ നോക്കാം. അവിടെ മോഡൽ തന്നിട്ടുണ്ട്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് ഉണ്ടാക്കേണ്ടത് ഈ രീതിയിലാണ്. ഇതിന്റെ ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും ഇവിടെ കാണുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണ് നമ്മൾ എഴുതേണ്ടി വരിക. ഇതെല്ലാം ഒന്നിച്ച് ചെയ്യണം എന്നതിന് അർത്ഥമില്ല. നമുക്ക് ഏതാണോ ആവശ്യമുള്ളത്, ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണോ ആവശ്യമുള്ളത് അത് മാത്രം ഇതിലേക്ക് എൻ്റർ ചെയ്യുക എന്നതാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഡെബിറ്റ് സൈഡിൽ നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ എഴുതുന്നു. അതായത് ഡെപ്റ്റേഴ്സിൻ്റെ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യും. ഇവിടെ താഴെ ക്രെഡിറ്റ് സൈഡിൽ കാണാൻ എൻഡിൽ ബാലൻസ് ക്യാരി ഡൗൺ, ക്ലോസിംഗ് ബാലൻസിന് നമ്മൾ ക്യാരി ഡൗൺ ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ഈ ക്രെഡിറ്റ് സൈഡിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ബൈ ക്യാഷ്. ബൈ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളിവിടെ ഈ ക്യാഷ് എന്ന് പറഞ്ഞാൽ എഴുതുന്നത്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഡെപ്റ്ററുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിയാൽ എന്താണ് ജേണൽ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്നാണ് വരിക. അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ എഴുതുമ്പോൾ എൻട്രി എങ്ങനെ പോസ്റ്റിംഗ് വരും? ബൈ ക്യാഷ് എന്ന് വരും. അപ്പോൾ ഇവിടെ ഇതിന്റെ ബൈ ക്യാഷ് എന്ന് പറയുന്നത് എഴുതിയതിന്റെ അർത്ഥം എന്തായിരിക്കും? ഈ ഡെപ്റ്ററുടെ കയ്യിൽ നിന്ന് ഇത്ര രൂപ കിട്ടിയിട്ടുണ്ട്, പിന്നെ ബൈ ബാങ്കിൽ ഇത്ര കിട്ടിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് വരിക. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഈ രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻ വരും. അപ്പോൾ ജേണൽ എൻട്രീസ് വരുന്നതിനെല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ പരമാവധി എല്ലാ ഐറ്റംസും ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും എവിടെയാണ്, ഏത് സൈഡിലാണ് വരുന്നത്, എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം തന്നെ ഒന്ന് മനഃപ്പാഠമാക്കുന്നത് നന്നായിരിക്കും. കൃത്യമായി മനഃപ്പാഠമാക്കുന്നതിലുപരി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ ഡിസ്കൗണ്ട് അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ അത് ബിൽസ് റിസീവബിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റിട്ടേൺ ഇൻവേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്ത സാധനം നമുക്ക് ഇങ്ങോട്ട് തന്നെ വരികയാണ്. സെയിൽസ് റിട്ടേൺസ് ആണ് ഇത്. സെയിൽസ് റിട്ടേൺസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ജേണൽ എൻട്രി എഴുതാം? സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്നാണ് വരിക. അപ്പോൾ ബൈ സെയിൽസ് റിട്ടേൺസ് എന്ന് വരും. ഇങ്ങനെയാണ് എല്ലാ എൻട്രികളും വരുന്നത്. ഓക്കെ. അതുപോലെ ബാഡ് ഡെപ്റ്റ് വരും, അലവൻസുകൾ ഉണ്ടെങ്കിൽ അത് വരും. പിന്നെ ഡെബിറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ബിൽ റിസീവബിൾ ആണ്. ബില്ല് ഉണ്ടായിട്ട് ആ ബില്ല് ഡിസോണർ ആയി പോവാണ്. ഡിസോണർ ആകുമ്പോൾ വീണ്ടും ഡെപ്റ്റ് അത്ര എമൗണ്ട് നമുക്ക് തരാനാവും. അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് റിസീവബിൾ എന്ന് വീണ്ടും വരുന്നു. പിന്നെ ഫ്രൈറ്റ് ഉണ്ടാവും. അവർ ചാർജ് ചെയ്തിട്ടുള്ള ഫ്രൈറ്റ്, ചുമട്ടുകൂലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഓവർഡി അക്കൗണ്ട്സ്, ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് എന്തെങ്കിലും ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരും. അതുപോലെ ട്രാൻസ്ഫർ, ക്യാഷ്, ക്രെഡിറ്റ് സെയിൽസ്, അപ്പോൾ ഇതെല്ലാം തന്നെ വരുന്നു. അപ്പോൾ ഈ അക്കൗണ്ട് നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്ന ഫിഗർ ആയിരിക്കും എന്ത്? ഈ ക്രെഡിറ്റ് സെയിൽസ് എന്നുള്ളത്. മനസ്സിലായില്ല? അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ എമൗണ്ട് ഓഫ് സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് എന്നുള്ള ഒരു ഫിഗർ നമുക്കിവിടെ ഉത്തരമായിട്ട് കിട്ടും. ബാലൻസ് ഫിഗർ ആയിട്ടായിരിക്കും അത് വരുന്നത്. അതിന് നേരെ നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് എന്ന് എഴുതാം. ഇതേപോലെ തന്നെ ഇപ്പോൾ ഈ ക്രെഡിറ്റ് സെയിൽ നമുക്ക് അറിയാമെങ്കിൽ ഈ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല എങ്കിൽ നമുക്കിവിടെ ഈ ഓപ്പണിംഗ് ബാലൻസും ഇതേപോലെ മിസ്സിംഗ് ഫിഗർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാം. അതുപോലെ ക്യാഷ് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഡാറ്റ എൻട്രി ചെയ്ത് കൊടുത്തിട്ട് ക്യാഷിന്റെ ഫിഗർ അവിടെ മിസ്സിംഗ് ആയിട്ട് വന്ന് കിട്ടുകയാണെങ്കിൽ അത് ക്യാഷ് റിസീവ്ഡ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഓപ്പൺ താഴെ എഴുതിയിട്ടുണ്ട് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ്, അതുപോലെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഇതെല്ലാം തന്നെ ക്യാൻ ബി അസർട്ടൈൻഡ് ഫ്രം ദ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഈ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ക്യാഷിന് കണക്കില്ല എങ്കിൽ എന്ത് പ്രിപ്പയർ ചെയ്യാം? ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അത് അറിയാവുന്ന എല്ലാ വിവരങ്ങളും നമ്മൾ ഇതിലേക്ക് ഇൻപുട്ട് ചെയ്തുകൊണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഫിഗർ ആയിട്ട് ഈ ബൈ ക്യാഷ് എന്നുള്ള ഫിഗറിന് നേരെ ഒരു ഫിഗർ കിട്ടും. ആ ഫിഗർ ആയിരിക്കും അപ്പോൾ ക്യാഷ് ആയിട്ട് വരുന്നത്. ഇങ്ങനെ ഓരോരോ ഐറ്റംസും കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ടോട്ടൽ സെയിൽസ്. ക്വസ്റ്റ്യൻ ഇതാണ്. ക്രെഡിറ്റ് സെയിൽ അല്ല കാണേണ്ടത്, ടോട്ടൽ സെയിൽ ആണ്. ടോട്ടൽ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽ പ്ലസ് ക്യാഷ് സെയിൽ രണ്ടും കൂടെ വരുന്നതായിരിക്കും ടോട്ടൽ സെയിൽ. ഇപ്പോൾ ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ഓൺ 1/1/2019. 2019 സ്റ്റാർട്ടിങ്ങിൽ ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് ആണ് 24,000 ഉണ്ട്. സെയിൽസ് റിട്ടേൺസ് ഉണ്ട്, അതായത് ഡെപ്റ്റേഴ്സ് സാധനങ്ങൾ നമുക്ക് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. സെയിൽസ് റിട്ടേൺസ് ഉണ്ട് 10,000 രൂപയുടേത്.
ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ക്യാഷ് ഉണ്ട് 90,000, ഡിസ്കൗണ്ട് അലൗഡ് ടു ദം, അവർക്ക് അനുവദിച്ച ഡിസ്കൗണ്ട് 6,000 ഉണ്ട്, ബില്ല് റിസീവ് ചെയ്തത് 34,000 ഉണ്ട്, ബാഡ് അപ് ടു 3,000 വന്നിട്ടുണ്ട്, ബില്ല് റിസീവബിൾസ് ഡിസോണർ ആയിട്ടുണ്ട് 7,000 രൂപ, ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ക്ലോസിംഗ് ബാലൻസ് ആണ് 31/12/19 20,000 രൂപ, ക്യാഷ് സെയിൽസ് 50,000 ഉണ്ട്. അപ്പോൾ നമ്മളുള്ള ചോദ്യം ഇവിടെ ടോട്ടൽ സെയിൽസ് ആണ്. ഇവിടെ ക്യാഷ് സെയിൽ കണ്ടോ 50,000. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ നിന്നും ക്രെഡിറ്റ് സെയിൽ കിട്ടിയാൽ മതി. ക്രെഡിറ്റ് സെയിലും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സെയിൽ കാണാം. ഈ ക്യാഷ് സെയിൽ പ്ലസ് ആ ക്രെഡിറ്റ് സെയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സെയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പരീക്ഷയ്ക്ക് ചെറിയ മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. സെയിലുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ട് ആരുടേതായിരിക്കും? ഡെപ്റ്റേഴ്സിൻ്റെതായിരിക്കും. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടുന്ന അക്കൗണ്ട് ദാറ്റ്സ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഇപ്പോൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് നമ്മളിങ്ങനെ വരക്കുന്നു സാധാരണ പോലെ തന്നെ. ഓപ്പണിംഗ് ബാലൻസിനെ നമ്മൾ ടു ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതുന്നു. ക്വസ്റ്റ്യനിൽ കാണാം ടു ബാലൻസ് ബ്രോ ഡൗൺ. അങ്ങനെ അവിടെ പറഞ്ഞില്ല, അവിടെ 1/19 എന്നല്ലേ പറഞ്ഞു, അതാണ് ഇവിടെ എഴുതുന്നത് 24,000. പിന്നെ ബിൽസ് റിസീവബിൾ ഡിസോണർ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, അത് 7,000 ഇങ്ങോട്ട് മാറ്റി എഴുതുന്നു. അത് രണ്ടുമാണ് ക്രെഡിറ്റ് സൈഡിലേക്ക് വരുന്ന ഐറ്റംസ്. പിന്നെ ബൈ ക്യാഷ് 90,000 രൂപ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, 90,000 കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഡിസ്കൗണ്ട് അലൗഡ് ആയിട്ടുള്ളത് 6,000 രൂപ ഉണ്ട്. ബിൽസ് റിസീവബിൾ 34,000 ഉണ്ട്. ബാഡ് ഡെപ്റ്റ്സ് 3,000, സെയിൽസ് റിട്ടേൺസ് 10,000, ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് 20,000. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈഡ് 1,63,000 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ 1,63,000 ടോട്ടൽ എഴുതിയിടുക. അവിടെ ആകെ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? 24,000 7,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി 1,63,000 നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് വരുന്നതാണ് 1,32,000. ഇത് ബാലൻസിങ് ഫിഗർ ആണ്. ഈ ബാലൻസിങ് ഫിഗർ ആയിരിക്കും എന്ത്? ക്രെഡിറ്റ് സെയിൽസ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസിന്റെ ഫിഗർ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തത്? ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഇവിടെ പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. ഇനി നമ്മൾ താഴെ എന്ത് എഴുതുന്നു? ടോട്ടൽ സെയിൽസ് എന്ന് എഴുതുന്നു. ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസും പ്ലസ് ക്രെഡിറ്റ് സെയിൽസും കൂടെ ചേർന്നതാണ് എന്ത് വരുന്നത്? ടോട്ടൽ സെയിൽസ് എന്ന് വരുന്നത്. അപ്പോൾ ക്യാഷ് സെയിൽ നമുക്ക് തന്നിട്ടുണ്ട്, എത്ര രൂപയായിരുന്നു? 50,000 ആണ് ക്യാഷ് സെയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, പ്ലസ് ക്രെഡിറ്റ് സെയിൽ വന്നിട്ടുള്ളത് എത്രയാണ്? 1,32,000 ആണ് ക്രെഡിറ്റ് സെയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 1,82,000 രൂപ എന്ന് കിട്ടുന്നു. ഓക്കെ, ഈ 1,32,000 എവിടെ നിന്ന് വന്നു? ഇവിടെ ബാലൻസ് ഫിഗർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ക്രെഡിറ്റ് സെയിൽ ഈക്വൽ ടു 1,32,000. ക്യാഷ് സെയിൽ എത്രയാണ്? 50,000 രൂപ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് സെയിൽ 50,000 രൂപയും 1,32,000 ക്രെഡിറ്റ് സെയിലും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,82,000 രൂപ എന്ന് കിട്ടും. അപ്പോൾ ഇതിന്റെ ഉത്തരമായി. ഇതാണ് ടോട്ടൽ സെയിൽസ് ഫിഗർ, 1,82,000 രൂപ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മിസ്സിംഗ് ഫിഗേഴ്സിൽ വേറെയും കുറേ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും സമയം ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി.